ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒത്തിരി അനുഗ്രഹമുള്ള, ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥലത്താണ് ഞാനും നിങ്ങളും ഒക്കെ ഇരിക്കുന്നത്, വചനം കേൾക്കുന്നത്. ദൂരെ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, സമീപത്തുള്ളവരുണ്ട്, പ്രാർത്ഥന ചോദിച്ചവരുണ്ട്, നിയോഗം സമർപ്പിച്ചവരുണ്ട്, വിഷമമുള്ളവരുണ്ട്. ഇവിടെ വന്നിട്ടൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ, പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പാടിയ പാട്ടൊക്കെ ശരിക്കും നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധമുള്ളതാണ്. യഹോവ നിനക്ക് വേണ്ടി കരുതും. ദൈവം നിനക്ക് വേണ്ടി നിന്നെ സഹായിക്കാൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാകുവാൻ ആഗ്രഹിക്കുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വളരെ പ്രത്യേകതയുള്ളതാണ്. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. നീ ചെരുപ്പ് അഴിച്ചു മാറ്റ്. എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. നിങ്ങൾ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ നിൽക്കുന്ന, ഈ ഇരിക്കുന്ന ഈ സ്ഥലം പ്രത്യേകതയുള്ളതാണ്. ഒരാളെന്നോട് ചോദിച്ചു, ഈ നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാകും, അത്ഭുതമാകും, എന്താ ഇത്ര ഉറപ്പ്? ഒരു കലത്തിലെ ചോറ് വെന്തോ നോക്കാൻ എല്ലാ അരിമണിയും എടുത്ത് ഞെക്കി നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വീട്ടിലൊക്കെ ഒത്തിരി അമ്മമാരിവിടെയുണ്ട്. ചോറ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അരി എടുത്ത് കഴുകി അത് വെള്ളത്തിലിട്ട് ഗ്യാസിലോ അടുപ്പിലോ ഒക്കെ വെച്ച് അത് തിളച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ ഒരു തവി ഇട്ട് നമ്മൾ അതിൻ്റെ ആ ചോറ് വെന്തോന്ന് നോക്കും. വെന്തോന്ന് നോക്കുന്നത് അതിനകത്തെ 1, 2, 3 ആ ചോറുമണി ഒന്ന് ഞെക്കി നോക്കും, അല്ലെങ്കിൽ ഒന്ന് വായിൽ ഒന്ന് കടിച്ചു നോക്കും. എന്നിട്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. അല്ലാതെ ആ കലത്തിലെ എല്ലാ വെള്ളവും ഊറ്റിക്കളഞ്ഞേച്ച് വെന്തോ നോക്കാൻ വേണ്ടി എല്ലാ ചോറുമണി എടുത്ത് നോക്കുമോ? ഇല്ല. 2, 3 കാണുമ്പോൾ അറിയാം ഇതെല്ലാം വെന്തിട്ടുണ്ടെന്ന്. ഇതിൻ്റെ കളറൊക്കെ മാറി ഇപ്പം നല്ല ചോറായിക്കൊണ്ടിരിക്കുക എന്ന് നമുക്കറിയാൻ പറ്റും. അതും എനിക്കും അറിയാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും അതൊരാൾക്കല്ല അനുഗ്രഹമായത്. അത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആർക്കോ ഒരാൾക്കൊരു അനുഗ്രഹം കിട്ടിയെന്നേ ഉള്ളൂ. അല്ല, ആ കലത്തിലെ എല്ലാ ചോറും അരിയും വെന്ത് ചോറാകുന്നത് പോലെ ഓരോ പ്രാർത്ഥനയും അനുഗ്രഹമാകുന്നത് അത് ചില സാക്ഷ്യങ്ങളും ചില കാര്യങ്ങളൊക്കെ കാണുമ്പം അത് അറിയാൻ പറ്റും. ആത്മാവിൽ അറിയാൻ പറ്റും, വിശ്വാസത്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റും. ഒരു പാത്രത്തിലിട്ടിരിക്കുന്ന നിയോഗമല്ല ഓരോ വ്യക്തികളുടെയും. അതിൽ ഇതിന് സാക്ഷ്യമായില്ലല്ലോ, ഇത് ലഭിച്ചില്ലല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രാർത്ഥിച്ചതിലൊക്കെയും നിങ്ങൾ അനുഗ്രഹത്തെ കാണാൻ തുടങ്ങും. അത് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളിവിടെ നിന്ന് പറയുന്ന വചനങ്ങൾ അതിനകത്ത് ആകർഷകമായ ഒന്നുമില്ല. ഒരു പാട്ടില്ല, ഒരു പാട്ടുകാരനില്ല. ആകെയുള്ളതൊരു ക്യാമറയും ഞാനും മാത്രമേ ഉള്ളൂ. അതിനകത്തൊന്നും ഒരു വലിയ പൂക്കൾ പോലും ആൾ തറയിൽ വെച്ചിട്ടില്ലായിരുന്നു, ഒന്നുമില്ല. എന്നിട്ടും അതെങ്ങനെയാണ് ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ അത് മാസങ്ങളായി ദിവസങ്ങളായി അത് കാണാൻ കാരണം ഫലമില്ലാതെ ഒരാളും ഒന്നും കാണില്ല. ഗുണമില്ലാത്ത ഒന്നും അധിക നേരം അത് കളയും. വേറെ കാര്യങ്ങൾ ചിന്തിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് റിസൾട്ട് അനേകർക്ക് ലഭിച്ചു എന്നാണ്. ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനുമാണ്. ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകൾക്കും. എനിക്കൊരു നല്ലൊരു ഉത്തരവുണ്ട്. ദൈവം ഒരു ദർശനം തന്നോ അത് പൂർത്തീകരിക്കാൻ പറ്റും. ദൈവം ഒരു ദർശനം പിടികിട്ടി കാണില്ല. ദൈവം ഒരു നല്ല ആഗ്രഹം നിനക്ക് തന്നോ അവിടെ എത്താനുള്ള വഴിയും വ്യക്തികളും സാമ്പത്തികവും സ്ഥലവും ക്രമീകരണവും
ദൈവം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഇയാൾ എന്നാ പൊട്ടത്തരമായി പറയുന്നതെന്ന് തോന്നും. അങ്ങനെയാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. ഒരാളോട് പ്രാർത്ഥിച്ചിട്ട് ഒരു മെസ്സേജ് എടുത്തിട്ട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഈ ജന്മത്തിൽ നടക്കുന്ന കാര്യമല്ല ഈ പുള്ളി പറയുന്നത്. ഈ ജന്മത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജന്മത്തിലല്ല, ഈ മാസങ്ങളിൽ അത് നടന്നു. ഈ ജൂലൈ മാസത്തിൽ അത് നടന്നു. അത് കേൾക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിനക്ക് മക്കളെ തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹത്തിന്റെ ഭാര്യ പെരയ്ക്കാത്തിരുന്ന് ചിരിച്ചു എന്നാണ്. ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ലെന്നാ അത് ഓർത്തിട്ടാ ചിരിച്ച്. അബ്രാഹവും ചിന്തിച്ചു കാണും, ചിലപ്പോൾ ഈ ജന്മത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരം കേൾക്കുമ്പോൾ ഇയാൾ എന്ത് പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത്, ഇത് വെറും പൊട്ടത്തരമാണ്, ഇത് ഈ ജന്മത്തോ അടുത്ത ജന്മത്തോ നടക്കാൻ സാധ്യതയില്ലെന്നൊക്കെ നമ്മുടെ ബ്രെയിൻ, ബുദ്ധി നമ്മളോട് പറയും. പക്ഷെ അബ്രാഹാം കേട്ട ആ മെസ്സേജ് അത് അത്ഭുതമായി തന്നെ മാറി. വിശ്വസിക്കുന്നവന് കേൾക്കുന്നത് പൊട്ടത്തരമായിട്ട്, നിനക്കൊരു വീട് കിട്ടുമെന്ന് പറയുമ്പോൾ ചിലർ ചിരിക്കും, വീട് എനിക്ക് ഇനിയോ, നിന്റെ വിവാഹം നടക്കുമെന്ന് പറയുമ്പോൾ ഇനി എന്ന് നടക്കാനാ, നിനക്ക് ദൈവം മക്കളെ നൽകും, എന്തുമായി പറയുന്നത് ഇയാൾ. ചിന്തിക്കും. നമുക്ക് കേൾക്കുന്നവർക്ക് തോന്നും ഇതൊരിക്കലും ഈ ലോകത്തും വേറെ ലോകത്തും നടക്കാത്ത കാര്യമാണെന്ന്. വിശ്വാസത്തിൽ എടുക്കുന്നവൻ്റെ ജീവിതത്തിൽ ആ നാളുകളിൽ തന്നെ അവൻ കാണും അതിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്, അനങ്ങുന്നത്. യേശുവേ നന്ദി. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. ഒരു കലത്തിലെ ചോറ് വെന്തോ നോക്കാൻ എല്ലാ അരിമണിയും എടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കിക്കൊണ്ടിരിക്കണ്ട. 2 or 3 എണ്ണ കാണുമ്പോൾ അറിയാം ഇതെല്ലാത്തിനും ഇത് ഏറ്റിട്ടുണ്ടെന്ന്, ഇതെല്ലാം വെളുത്ത് ചോറായ പരുവത്തിലായിക്കൊണ്ടിരിക്കുവാണെന്ന്. ഈ നിയോഗ പ്രാർത്ഥനയിൽ സത്യസന്ധമായി പറയാം, ബിസിനസ് രീതിയിലല്ല പ്രസംഗിക്കുന്നത്, ആളുകളെ കണ്ടമാനം ആകർഷിച്ചു കൊണ്ടുവരാനുള്ള പ്രസംഗവുമല്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ അറിയാം അത് അനുഗ്രഹത്തിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു, അത് വ്യക്തികളിൽ ദൈവപ്രവർത്തിക്ക് കാരണമാകുന്നു, അത് ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു, അത് ആത്മാവിൽ അറിയാനും മനസ്സിലാക്കാനും പറ്റും. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാർത്ഥനയിൽ കൊണ്ടുവരികയാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഹെബ്രായ ലേഖനം വളരെ സുപരിചിതമായ ഒരു വചനമാണ്. നിങ്ങൾക്കിത് വളരെ നന്നായിട്ട് അറിയാം. ഇനി അതിൻ്റെ മേൽ ഒരു പ്രസംഗമൊന്നും സത്യത്തിൽ ആവശ്യമില്ല. പക്ഷേ എങ്കിലും ഒരിക്കൽ കൂടി അതൊന്ന് കേൾക്കുകയാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനം. ഉറക്കെ അല്പം കൂടി സ്വരം ഉയർത്തി ഉറക്കെ വായിക്കണം. ദൈവത്തിന്റെ വചനം. നിങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെ വചനം. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അതാണെന്ന് എൻ്റെ കയ്യിലുള്ളത്. ഈ അൾത്താരയിൽ തുറന്ന പുസ്തകമായി ഇരിക്കുന്നത്. നിങ്ങളതിനെ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പ്രത്യേകതയുണ്ട്, സജീവവും ഊർജ്ജസ്വലവുമാണ്, ചത്തതല്ല. അതിനെന്ത് പ്രത്യേകതയുണ്ട്? സജീവവും, വളരെ ആക്റ്റീവാണ്, വളരെ ആക്റ്റീവാണ്, ജീവനില്ലാത്തതല്ല, സജീവവും ഊർജ്ജസ്വലവുമാണ്, ഭയങ്കര തീക്ഷ്ണതയുമാണ് ദൈവത്തിന്റെ വചനത്തിന്. അടുത്തത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും. ഭയങ്കര മൂർച്ചയാണ്. മൂർച്ച ഒരു വശത്തല്ല, 2 സൈഡിലും മൂർച്ചയാ. ശ്രദ്ധിച്ചുപയോഗിച്ചോണം. 2 സൈഡിലും അതിന് മൂർച്ചയാ. 2 സൈഡിലും മൂർച്ചയുള്ള ഭാഗമാണ്. ഒരു സൈഡിൽ മൂർച്ചയുള്ള കത്തി പോലും നമ്മൾ ശ്രദ്ധിച്ചാ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ അടുക്കളയിലും പിള്ളേരോടാണെങ്കിലും എടുക്കരുതെന്ന് പറയുന്ന കത്തിയാണ്. ഇതോ ഇതിന് 2 സൈഡിലും നല്ല മൂർച്ചയാണ്. ഈ മൂർച്ച എന്തു ചെയ്യും? ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി. അതാണ് പ്രശ്നം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എവിടെയും കയറി ചെല്ലും. ഇതെവിടെയും. നമ്മുടെ ശരീരത്തൊരു വേദനയുണ്ട്, ഓയിൽമെന്റ് തേച്ചാൽ ആ ഭാഗത്തൊരു ആശ്വാസമുള്ളൂ. അസ്ഥിക്ക് അകത്തൊരു വേദനയുണ്ട്, എന്തു ചെയ്യും? അതിന് ഭയങ്കര ഒത്തിരി മരുന്നുകൾ ആവശ്യമാണ്. ദൈവവചനം പറയുവാണ്, അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പെനട്രേറ്റിംഗ് പവർ എന്നാണ്. അതായത് തുളച്ചു കയറാനുള്ള ശക്തി. നമ്മൾ വിചാരിക്കും ഇതൊന്നും എവിടെ എത്തത്തില്ല, ഇത് ആകാശത്തൂടെ ഇങ്ങനെ പോകത്തേ ഉള്ളൂ, ഇതൊക്കെ കേൾക്കാൻ ഒരു സുഖം ഉണ്ടെന്നേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അത് തുളച്ചു കയറും.
വാളുപോലെ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ചില ആളുകൾ പറയും, ദൈവമേ എൻ്റെ തീരുമാനം ഇതാണ്. അതൊരു നിയോഗമായി സമർപ്പിക്കുമ്പോൾ ആ തീരുമാനത്തിൽ ഈ വചനം തുളച്ചു കയറും. എൻ്റെ കുടുംബജീവിതം തകർന്നിരിക്കുവാണ്, എൻ്റെ കുടുംബത്തിലേക്ക് ആ വചനം വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത കുടുംബ പ്രശ്നങ്ങൾ ഈ വാള് പരിഹരിക്കും. കാരണം ഇത് തുളച്ചു കയറാൻ ശക്തിയുള്ളതാണ്. ഇതിനൊരു പ്രത്യേക ശക്തിയുണ്ട്. ഇത് തുളച്ചു കയറും. ഏതു കാര്യത്തിന്റെ മേലാണോ പ്രാർത്ഥിക്കുന്നത്, വചനം അവിടെ തുളച്ചു കയറാൻ തുടങ്ങും. അവിടെയാണ് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്, അവിടെയാണ് വിടുതലുകൾ ആരംഭിക്കുന്നത്, അവിടെയാണ് സൗഖ്യം ആരംഭിക്കുന്നത്, അവിടെയാണ് നന്മകൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. എഴുതിയിരിക്കുക, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വചനം തുളച്ചു കയറും. അത് അസ്ഥിക്കകത്ത് മജ്ജയ്ക്കകത്ത് വരെ കയറും. നിങ്ങളുടെ ശരീരത്തിൽ ആരെങ്കിലും രോഗം അനുഭവിക്കുന്നവരുണ്ടോ? നിങ്ങൾ ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് അത് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് വേദനയൊന്നുമില്ല, അത് വിശ്വാസത്തിൽ അറിയാൻ പറ്റും. ഈ വചനം ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. ഒന്നും കൂടെ വായിച്ചേ. അത് തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും. നിയോഗം അതാണ് നിയോഗ പ്രാർത്ഥന ആരംഭിച്ച സമയത്ത് ദൈവം തന്ന വചനമാണ്. ദൈവത്തിന്റെ വചനം നിയോഗങ്ങളെ അത്ഭുതമാക്കി മാറ്റും. ആമേൻ. അത് നിയോഗങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും, അത് നിയോഗങ്ങളിൽ ചലിക്കാൻ തുടങ്ങും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം സാക്ഷ്യങ്ങളാണ്. എൻ്റെ കയ്യിൽ ഈ കുറച്ച് സമയം മുമ്പ് കിട്ടിയ സാക്ഷ്യങ്ങളാണിത്. ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ ഇവരുടെ ശുശ്രൂഷകരുടെ കയ്യിലുണ്ട്. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു കടുത്ത ശക്തനായ മന്ത്രവാദി അല്ലെങ്കിൽ ഒരു കൂടോത്രക്കാരൻ എൻ്റെ കുടുംബത്തിനെതിരെ ആഭിചാരം ചെയ്തിങ്ങനെ വച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്. വചനമാകുന്ന വാളുകൊണ്ട് അതിനെ വെട്ടിക്കളയാൻ പറ്റും. ചിലതിനെ വേരോടെ, അതിൻ്റെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് ചില മുൾച്ചെടികളെ വേരോടെ കുത്തി പിഴുത് വേരടക്കം കളയുന്നത്. ഈ വാളുകൊണ്ട് ചിലതിനെ കുത്തിപ്പറിച്ച് വേരോടെ എറിയാൻ പറ്റും. ഈ വാളുകൊണ്ട് കുറെ ഉപയോഗമുണ്ട്. നമുക്ക് പലർക്കും ക്രിസ്ത്യാനികളാണെങ്കിലും വചനമൊക്കെ ഉണ്ടെന്നറിയാമെങ്കിലും ആ വാൾ ഉപയോഗിക്കാൻ അറിയില്ല. അത് കയ്യിലെടുത്ത് പ്രയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ അറിയില്ല. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായതിനെ ഇന്ന് വചനമാകുന്ന വാൾ ഉപയോഗിച്ച് പിഴുതെറിയണം. നിങ്ങളുടെ ദോഷത്തിന് എത്ര ശ്രമിച്ചിട്ടും വിജയിക്കുന്നില്ല. ആ വിഷയത്തെ കുടുംബത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയണം. ഞാനിങ്ങനെ ഇന്നിപ്പോൾ പ്രാർത്ഥിച്ച് ഈ സമയത്ത്, ഇപ്പോൾ ഈ പാട്ടുകാരൻ പാടി ഈ ദൈവം എൻ്റെ ദൈവം എന്നൊക്കെ പാടിയ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു സന്ദേശം ഞാൻ പറയാം. ഒരു വീട്, ആ വീട്ടിലെ ഒരാൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനൊക്കെ പോകുന്ന ഒരാളാണ്. ആ വ്യക്തി പ്രാർത്ഥിച്ച് ഒരു അനുഗ്രഹമായി ആ വീട്ടിനകത്തോട്ട് കയറുമ്പം എന്തേലും ഒരു വഴക്കുണ്ടായി ആ അനുഗ്രഹം മുഴുവൻ ആ മുറ്റത്ത് വെച്ച് തന്നെ 4 വശത്തും ചതറിപ്പോവും. ഈ അനുഗ്രഹമായിട്ട് ആ വീട്ടിൽ സന്തോഷത്തോടെ ഇന്നുവരെ കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം, ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ടൊന്നും എൻ്റെ വീട്ടിലൊരു അനുഗ്രഹവും കയറി വരുന്നില്ലല്ലോ. ആ വീടിനകത്ത് എന്തൊക്കെയോ നിൽക്കുകയാണ്. ഇങ്ങനെ വരുന്ന വാടെ നീ പ്രാർത്ഥിച്ച് നേടി ആരാധിച്ചു കൊണ്ടുവന്ന അനുഗ്രഹങ്ങൾ തട്ടിത്തെറിപ്പിക്കാൻ എന്തൊക്കെയോ ആ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്നു. അങ്ങോട്ട് കയറുമ്പോഴേ സന്തോഷം പോയി, സമാധാനം, ആ പള്ളിയിൽ നിന്ന് കിട്ടിയ പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹമൊക്കെ എതിലേ പോയെന്ന് അറിയാൻ പാടില്ല. വേറെ രൂപമായി, വേറെ ഭാവമായി, വേറെ വർത്തമാനമായി. അങ്ങനെ ഒരു വീടിനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ആ വീട്ടിലേക്ക് ചില അനുഗ്രഹങ്ങളെ ദൈവം ആ ഭവനത്തിനകത്ത് എത്തിക്കുന്നുണ്ട്. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചേ. ഈ വചനമാകുന്ന വാളുകൊണ്ടാണ്. ഒത്തിരി പേര് ചിന്തിക്കുന്നതാണ്, ദൈവം ഒരു കൗൺസിലിംഗ് കിട്ടിയായിരുന്നെങ്കിൽ, അയ്യോ ഒരു തലേ കൈ പ്രാർത്ഥന കിട്ടിയായിരുന്നെങ്കിൽ. അതിനുവേണ്ടി അവിടെ ഭയങ്കര വഴക്ക്, ഭയങ്കര ടെൻഷൻ, ഓടുന്നു, പരക്കം പായുന്നു. എന്താ ചെയ്യേണ്ടത് ബ്രദറെ, എന്താ ചെയ്യേണ്ടത്? എൻ്റെ വിടുതലിന് കാരണമായൊരു വചനം ഇന്ന് കിട്ടിയായിരുന്നെങ്കിൽ, എൻ്റെ സൗഖ്യത്തിന് കാരണമായൊരു വചനം എൻ്റെ അകത്ത് കയറിയിരുന്നെങ്കിൽ. കൗൺസിലിംഗ് അല്ല വാള്, തലേ കൈവച്ചുള്ള പ്രാർത്ഥനയല്ല മൂർച്ചയുള്ളത്, ദൈവത്തിൻ്റെ വചനത്തിന് മൂർച്ചയുള്ളത്. അത് വിശ്വാസത്തിൽ എടുത്തിട്ട് അത് ഉപയോഗിച്ചാൽ ചിലതിനെ
ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരുന്നതിനെ വെട്ടിക്കളയാൻ പറ്റും. ചിലതിനെ അതിൻ്റെ അറ്റം, അതിൻ്റെ അഗ്രഭാഗം കൊണ്ട് കുത്തിയെടുത്ത് വേരോടെ പറിച്ചു കളയാൻ പറ്റും. ഇത് രണ്ടും ഇന്ന് നടക്കണം. ചിലതിനെ കുത്തിപ്പറിച്ച് വേരോടെ പറിച്ചെറിയണം. ചിലതിനെ ഒരിക്കലും വളരാൻ അനുവദിക്കാത്ത വിധത്തിൽ എൻ്റെ തകർച്ച കൊണ്ടുവരുന്ന, എനിക്ക് തകർച്ച കൊണ്ട് വെട്ടിക്കളയാൻ പറ്റണം. ഒരു നിമിഷം എല്ലാവരും ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്. ഇത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ ഇരുന്ന് ഒരുപാട് പേർ ഈ വിഷയത്തെ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോടെ എടുക്കുന്ന വചനം ഒരു വാളുപോലെ മൂർച്ചയുള്ളതാണ് കുഞ്ഞേ. ഒരു വാളുപോലെ മൂർച്ചയുണ്ട്. പക്ഷെ അതാരെയും മുറിക്കുന്നതോ ആരെയും വേദനിപ്പിക്കുന്നതോ അല്ല. ആ വാളിലാണ് നീ രക്ഷപ്പെടാൻ തുടങ്ങുന്നത്. അത് നിന്റെ ജീവിതത്തിന്റെ മേൽ ചില നന്മകൾ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു വാളാണ്. ആ പേര് കണ്ട ആരും പേടിക്കൊന്നും വേണ്ട. അത് വചനമാകുന്ന വാളാണ്. ദൈവത്തിന്റെ ശക്തി ഇരിക്കുന്നത് ഈ വചനമാകുന്ന വാളിലാണ്. അതിനാണ് മൂർച്ചയുള്ളത്. അതിനാ മൂർച്ചയുള്ളത്. അവിടെയാ സൗഖ്യം ആരംഭിക്കുന്നത്. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിടുവാൻ. മൂർച്ചയുള്ള ഒരു വാക്കുമതി. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. എല്ലാവരും ചേർന്ന്, യേശുവേ ഒരു വാക്കുമതി, പറഞ്ഞ ഒരു വാക്കുമതി. എൻ്റെ ജീവിതം മാറി, എന്റെ സിറ്റുവേഷനും സാഹചര്യവും മാറാൻ മൂർച്ചയുള്ള ഒരു വാക്കുമതി. ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. ഒന്നെല്ലാവരും ചേർന്ന് പറഞ്ഞേ, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും അധര തുറന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയുടെ വചനത്തിനായി ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള അസ്വസ്ഥതകളെ വെട്ടിമാറ്റുന്ന ആ വാള് ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. എന്റെ എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും വെട്ടിമാറ്റണമേ, പിഴുകറിയണേ. എന്റെ ശക്തി കൊണ്ടല്ല, വചനമാകുന്ന വാളുകൊണ്ട്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. ആമേൻ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. നമ്മളൊരു വചനം കൂടി കേട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ്. എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തത്? ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത് ചെയ്തു? ഞാനൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ഇത് ശ്രദ്ധിച്ചു നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കും. അത് നിങ്ങൾക്കൊരു വിടുതലിന് കാരണമാവും. 2 പേരുടെ പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥനയാണ് ദൈവം കേട്ടതെന്ന് വായിക്കുകയാണ്. 10-ാമത്തെ വാക്യം. 2 പേർ 2 പുരുഷന്മാരാണ്. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം
ദേവാലയത്തിലേക്ക് പോയി. അതിലാരായിരുന്നു ഒരാൾ? ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഒരാൾ വലിയ ആളാണ്, ഒരാൾ വലിയ പുള്ളിയാണ്, അയാൾ ഫരിസയനാണ്. മറ്റേയാൾ ഒരു പാപിയാണ്. അയാൾക്ക് വലിയ വിലയൊന്നും സമൂഹത്തിലില്ല. അയാൾ അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാളല്ല. ഒരാൾ വലിയ പുള്ളിയാണ്, സമൂഹത്തിലെ വലിയ ആളാണ്, കൃത്യമായി ഉപവസിക്കുന്ന ആളാണ്, ഒരാൾ കറക്റ്റ് ദശാംശം കൊടുക്കുന്ന ആളാണ്. പക്ഷേ യേശു ഇതിനെയൊന്നും വലിയ കാര്യമായി അവിടെ കണ്ടില്ല. വായിക്കാം. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഫരിസേയൻ വലിയ പുള്ളിയായ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവമേ. അയാൾ ദൈവമേ വിളിച്ചു, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ. ഞാൻ അങ്ങനത്തെ ഒരു ആളല്ല, ഞാൻ വലിയ മാന്യനാണ്. ഈ ഞാൻ വായിക്കാൻ വരട്ടെ. ഞാൻ വലിയ ആളാണ്. ഞാൻ അയാളെ പോലെ തോന്നിവാസം ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ ജീവിക്കുന്ന ആളല്ല. ഞാൻ മോശ ജോലിക്കൊന്നും പോയിട്ടില്ല. ആർക്കും ഭയങ്കര വലിയ ആളാണ്. ഞാൻ വലിയ മാന്യനാണ്. അടുത്തയാളോ? അടുത്ത കാര്യമോ? ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ആഴ്ചക്ക് 7 ദിവസമുള്ള അതിൽ 2 ദിവസം പുള്ളി ഉപവാസമാണ്. ഭയങ്കര പ്രയറാണ്. അടുത്തതോ? ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ദശാംശം കൊടുക്കുന്നു. ആഴ്ചയിൽ നമ്മളൊക്കെ 1 ദിവസം ഉപവസിക്കുന്നുള്ളൂ. ഈ വ്യക്തി 2 ദിവസം ഉപവാസം, ഭയങ്കര പ്രാർത്ഥന. പക്ഷെ പുള്ളിയുടെ പ്രാർത്ഥന ദൈവം മൈൻഡ് ചെയ്തില്ല, കേട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? അയാൾ പറയാണ്, ദൈവമേ ഞാൻ നന്ദി പറയുന്നു, കുഴപ്പമില്ല. ആ നിൽക്കണ പുള്ളിയെ പോലല്ല, ഞാൻ ഭയങ്കര സ്റ്റാൻഡേർഡാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പള്ളിക്ക് വേണ്ടി, ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഒക്കെ കൊണ്ടമാനം കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും വലിയ കഥയില്ല. എന്നാൽ വേറൊരാൾ പ്രാർത്ഥിച്ചു. പുള്ളി പള്ളിയിൽ പോലും കയറിയില്ല, മുറ്റത്താണ് നിന്നത്. പുള്ളി പള്ളി കയറിയില്ല. ഈ മനുഷ്യൻ പള്ളിക്കകത്ത് കയറി ഭയങ്കര പ്രാർത്ഥനയാണ്. പക്ഷെ ദൈവം ആ പ്രാർത്ഥനയെ, ആ സ്വയം ന്യായീകരിച്ചുള്ള പ്രാർത്ഥനയെ മൈൻഡ് പോലും ചെയ്തില്ല. വേറൊരാൾ പുള്ളി പറഞ്ഞു, ഞാൻ അകത്ത് കയറാൻ ഞാൻ അത്ര ക്ലിയർ അല്ല, ഞാൻ മുറ്റത്ത് നിന്നോളാം. പുള്ളി മുറ്റത്ത് നിന്ന് പ്രാർത്ഥിച്ചതാണ്. അടുത്ത വാക്യം. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന്, പള്ളിക്കകത്തും കയറിയില്ല, മുറ്റത്തുമല്ല, അതിനപ്പുറത്ത് ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും, മുറ്റത്തു നിന്ന് കണ്ണുകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു. കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ഇങ്ങനെ ചങ്കത്തിങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ഞാനൊരു പാപിയാണ്, ഞാനൊരു അഴുക്കുള്ളവനാണ്, എനിക്ക് യോഗ്യതയൊന്നുമില്ല എന്ന് മുറ്റത്ത് നിന്ന് പറഞ്ഞു. ഉപവാസം എടുത്ത് ദശാംശവും കൊടുത്ത്, ഞാൻ ആ പുള്ളിയെപ്പോലെ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ ആ വ്യക്തിയെപ്പോലെ തോന്നിവാസം ചെയ്തിട്ടില്ല, ഞാൻ വലിയ സംഭവമാണെന്നും പറഞ്ഞ് സ്വയം ന്യായീകരിച്ച് പ്രാർത്ഥിച്ച ഒരാൾ പള്ളിക്കകത്ത് നിൽക്കുന്നു. വേറൊരാൾ അപ്പുറത്ത് നിന്ന് കണ്ണുകൾ പോലും ഉയർത്താൻ പറ്റാതെ ഇങ്ങനെ ചങ്കത്തോട്ട് വെച്ചിട്ട്, ഞാൻ യോഗ്യനല്ല, എനിക്കൊരു യോഗ്യതയില്ല, എൻ്റെ ശരീരത്തിന്, മനസ്സിന്, ചിന്തയ്ക്ക് അഴുക്കുണ്ട്, കുറവുണ്ട്, ബലഹീനതയുണ്ട് എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങൾ കേട്ടോ ആരുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന്? ഞാൻ നിങ്ങളോട് പറയുന്നു. ആരാണ് ഞാൻ? യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ ഫരിസേൻ അവിടെ നിന്ന് വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ മിറ്റത്ത് അപ്പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയാണ്. ഇവിടെ ഇരിക്കുന്ന ആരും ഇങ്ങനെ ചിന്തിക്കരുത്, എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലെന്ന്. ആ പുള്ളിക്ക് പള്ളിയിൽ പോക്കും പ്രാർത്ഥനയില്ല, അതുകൊണ്ട് ആ പുള്ളിയുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ പുള്ളി അവിടെ ഇരുന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. മനസ്സിലെങ്കിലും ദൈവം മനസ്സ് നോക്കുന്നവനാണ്, മനോഭാവം ശ്രദ്ധിക്കുന്നവനാണ്. ഹൃദയം നുറുങ്ങിയവർക്കാണ് ദൈവം സമീപസ്ഥൻ. ഒത്തിരി കാട്ടിക്കൂട്ടുന്നതല്ല ഭക്തി, ഒരുപാട് ബഹളം വെക്കുന്നതല്ല, അത് മാത്രമല്ല ഭക്തി. ദൈവം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സും കൂടെ ശ്രദ്ധിക്കും. പ്രാർത്ഥിച്ചവൻ നിൽക്കുന്നത് പള്ളിയുടെ മുറ്റത്തുമല്ല, അതിനപ്പുറത്ത് പറമ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ ദൈവം, യേശു പറയാണ്, ഈ മുറ്റത്ത് നിന്നവൻ്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ വലിയ ഭക്തരൊന്നും ആയിരിക്കത്തില്ല, ആരോ നിർബന്ധിച്ചുകൊണ്ട് വന്ന ഒരാളായിരിക്കും. നിന്റെ പ്രാർത്ഥന പോലും സ്വർഗത്തിലെ ദൈവം വളരെ സീരിയസ് ആയിട്ടാണ്. അല്ല ഞാനാ എല്ലാം കറക്റ്റായിട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുള്ളൂ, അല്ല എൻ്റെ പുറകിലിരിക്കുന്നവൻ അവൻ ചിലപ്പോൾ തലയും കുനിച്ച് കണ്ണുനീരോടെ, ദൈവമേ ഇപ്പുറത്തുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്നതോടൊന്നും എനിക്ക് യോഗ്യതയില്ല,
എന്ന് പ്രാർത്ഥിക്കുന്ന, തലകുനിഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയായിരിക്കും എല്ലാത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത്. ആമേൻ. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്? എന്നിട്ട് എഴുതിയിരിക്കുന്ന അടുത്ത വാക്ക്, എന്തെന്നാൽ തന്നെ തന്നെ താഴ്ത്തുന്നവൻ, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവനോ ദൈവത്താൽ ഉയർത്തപ്പെടാൻ തുടങ്ങും. ഒരാൾ എന്നോട് ചോദിച്ചു, എപ്പോഴാണ് ഇങ്ങനെ വചനം പറയാനുള്ള ഒരനുഗ്രഹം കിട്ടിയത്? ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി. എപ്പോൾ മുതലാണ് ദൈവമേ എനിക്ക് ഈ വചനങ്ങൾ പറയുവാൻ ഇങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയത്? അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയപ്പോൾ, എന്നാണോ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, കർത്താവേ ഞാൻ യോഗ്യനല്ല, എനിക്ക് കുറവുകളുണ്ട്, എൻ്റെ ചിന്തകൾക്ക് കുറവുണ്ട്, എൻ്റെ ആലോചനകൾക്ക് കുറവുണ്ട്, എൻ്റെ നടപ്പിന് കുറവുണ്ട്, എൻ്റെ ചിന്താ രീതികൾ കുഴപ്പമുള്ളതാണ്, ഞാനൊരു പാപിയാണ്, എൻ്റെ ശരീരത്തിനും മനസ്സിനും ഒത്തിരി അഴുക്കൊക്കെ ഉണ്ട്, ഒത്തിരി കുറവുണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് മുതൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന കേൾക്കാൻ ദൈവം തുടങ്ങുന്നത്. ആമേൻ. നമ്മളിവിടെ ഇരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ അത്രയും പൈസ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനമല്ല. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. ദൈവത്തിന് മുഖനോട്ടമില്ല. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം പറ്റുമോ? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സാധ്യമാണോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ? മടുപ്പില്ല, ക്ഷീണോ, കാലിന് വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ. പറ്റുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു നിമിഷം പാപിയാന്നും പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. എന്നെ ഈ ക്യാമറയിലൂടെ കാണുന്നത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലോ ദേശങ്ങളിലോ ദേശാന്തരങ്ങളിൽ അങ്ങ് ഒരുപാട് ആയിരക്കണക്കിന് മൈലുകൾ, കിലോമീറ്ററുകൾ അപ്പുറത്തിരുന്ന ഒരാളായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? കർത്താവേ, ഞാൻ പാപിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഒരു മാന്യനുമല്ല, ഞാൻ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഞാൻ എല്ലാം തികഞ്ഞവനാണ്. പക്ഷേ എനിക്കറിയാം എൻ്റെ ശരീരത്തിനും എനിക്കൊരു പാപമുള്ളൊരു പാപിയാണ് ഞാനെന്ന് എനിക്കറിയാം. ഒരു ചുങ്കക്കാരൻ പറഞ്ഞു, പള്ളിക്കകത്തും കയറിയില്ല, പള്ളിയുടെ മുറ്റത്ത് പോലും വന്നില്ല, പറമ്പി നിന്നുകൊണ്ട് പറയുവാണ്, ദൈവമേ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ പോലും ഉയർത്താൻ എനിക്ക് യോഗ്യതയില്ല, ഞാനൊരു പാപിയാണ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥനയെ വളരെ സീരിയസ് ആയിട്ട് കണ്ടു, വിലയുള്ളതായി കണ്ടു. എന്നാൽ വേറൊരാൾ പറഞ്ഞു, ഞാൻ അങ്ങനൊന്നുമല്ല, ഞാൻ വലിയ ആളാണ്, പള്ളിക്കൊക്കെ ഇഷ്ടം പോലെ പൈസ കൊടുത്തിട്ടുണ്ട്, ദശാംശമൊക്കെ ഞാൻ കൊടുക്കും, ഞാനാണ് പള്ളിയിലെ വലിയ ആള്, ഈ പള്ളി ഇവരെ പോലൊന്നുമല്ല ഞാൻ, ഇവരൊക്കെ വെറും പാപികളായ ആളുകളാണ്, ഞാൻ അങ്ങനൊന്നുമല്ല. നീതീകരിച്ചുള്ള പ്രാർത്ഥനയെ ദൈവം വില കൊടുത്തില്ല. ഒരു നിമിഷം കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ, എന്നിട്ട് മനസ്സിലൊന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ പാപിയാണെന്ന്, എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞേ. എൻ്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹത്തിൽ വരാൻ സത്യം ചിലർ നമ്മളോട് ചോദിച്ചില്ലേ, നിന്റെ പ്രാർത്ഥന പൊട്ട പ്രാർത്ഥനയാണ്, നിനക്ക് എന്നാ യോഗ്യതയുണ്ട് അവിടെ പോയി ശുശ്രൂഷ ചെയ്യാൻ, നിനക്ക് എന്നാ യോഗ്യതയുണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ? അവര് പറഞ്ഞത് സത്യമാണ്, യോഗ്യതയില്ലാത്ത സ്ഥാനത്താണ് ദൈവം നിന്നെ യോഗ്യനാക്കി നിർത്തിയത്. യോഗ്യതയുള്ളവൻ ഇന്റർവ്യൂവിന് പോയാൽ കിട്ടും, പക്ഷെ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധി ചെന്നാൽ അവനെ ദൈവം യോഗ്യനാക്കും, അർഹനാക്കും. വിശ്വസിക്കുന്നു. ചിലർ നമ്മളെ നോക്കി പറയും, നിനക്ക് എന്നാ യോഗ്യതയുള്ളത്, നിന്റെ ചരിത്രമൊക്കെ എനിക്കറിയാം, നിന്റെ പഴയ കാര്യമൊക്കെ എനിക്കറിയാം. അത് സത്യമാണ് സഹോദര. എൻ്റെ പഴയ കാര്യവും നിങ്ങൾക്കറിയാം, എൻ്റെ പുതിയ കാര്യവും നിങ്ങൾക്കറിയാം, എൻ്റെ ഇന്നലകളും നിങ്ങൾക്കറിയാം, എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഞാൻ അതെന്നെ അതേപോലെ ദൈവസന്നിധി കൊടുത്തതാണ്, അതേപോലെ ദൈവസന്നിധി കൊടുത്തേച്ചാ മൈക്കും പിടിച്ച് കയറി നിൽക്കുന്നത്. യോഗ്യനാണ്, ഞാൻ വലിയ പുള്ളിയാണെന്നും പറഞ്ഞല്ല മൈക്ക് എടുത്തത്, ഞാൻ കുറവുള്ളവനാണെന്നും പറഞ്ഞാ മൈക്ക് എടുത്തത്. ദൈവമേ, ഈ ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ നിയോഗിച്ചു ദൈവമേ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറയും, യോഗ്യനല്ല. എല്ലാ കുടുംബങ്ങളും ഒന്ന് ഓർത്തേ, യോഗ്യതയില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അർഹതയില്ല എങ്കിലും യോഗ്യതയില്ല എങ്കിലും ചില നന്മകൾ തന്ന്, ചില വിടുതലുകൾ നൽകി, ചില സൗഖ്യങ്ങൾ നൽകി, ചില അഭിഷേകം നൽകി നിന്നെ യോഗ്യനാക്കുന്നത് കാണണോ? നിന്നെ യോഗ്യനാക്കുന്നത് അനുഭവിക്കാൻ കഴിയണോ? യോഗ്യനാക്കുന്ന ഒരു ദൈവം, നിന്റെ പിള്ളേരൊന്നും എവിടെയും പോകത്തില്ല, നിന്നെ നല്ലൊരു നന്മ തന്ന് അനുഗ്രഹം തന്ന് യോഗ്യനാക്കിക്കൊള്ളും ദൈവം. എന്നെ യോഗ്യനാക്കുന്നവന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? യോഗ്യനാക്കുന്ന ദൈവം, എന്നെ യോഗ്യനാക്കുന്ന ദൈവം. ഞാൻ എന്നെ തന്നെ നീതീകരിക്കണ്ട,
എൻ്റെ കുറവുകളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചേ. ഞാൻ കുറവുള്ളവനാണ്, എനിക്ക് തെറ്റുണ്ട്, കുറവുണ്ട്, ബലഹീനതയുണ്ട്, അഴുക്കുണ്ട്. ഞാൻ പാപം ചെയ്തിട്ടാ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ പാപത്തിലായി ഇവിടെ ഇരിക്കുന്നത്. എനിക്കറിയാം. എൻ്റെ അടുത്തുള്ളവരൊക്കെ ചിന്തിക്കുന്നത് ഞാൻ വിശുദ്ധനാണെന്നായിരിക്കാം. പക്ഷെ എനിക്കറിയാം എൻ്റെ ബുദ്ധി, ചിന്ത, ശരീരം അത് ഒത്തിരി തെറ്റുകളിലൂടെ, കുറ്റങ്ങളിലൂടെ, കുറവുകളോടെ. ഒരു കാര്യം പറയട്ടെ, നീ എത്ര പാപിയാണേലും, മുറ്റത്ത് നിൽക്കുന്ന ഒരാളാണേലും, അങ്ങ് ദൂരെ നിൽക്കുന്ന ഒരാളാണേലും, തലകുനിച്ചു നിൽക്കുന്ന ഒരാളാണേലും, നിന്റെ ഹൃദയത്തിനകത്തുള്ള നിലവിളിയുടെ സ്വരം ദൈവം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ സത്യമാണോ നോക്കിയിട്ട് പാട്. ഞാൻ യോഗ്യനല്ല യേശുവേ, നിന്റെ നന്മ നിൻ നന്മ പ്രാപിപ്പാൻ എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇതൊരു സത്യമാണ്. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. പറഞ്ഞേ, എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. പാടിയ പോലെ എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. പ്രിയപ്പെട്ടവരെ, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്. യോഗ്യനല്ല പലരും, അർഹതയില്ല പലരും. അതുകൊണ്ടാ പലരും നമ്മളെ വിമർശിക്കുന്നത്. സാരമില്ല, നിന്റെ അവസ്ഥ ദൈവത്തിനറിയാം, നിന്റെ കുറവ് ദൈവത്തിനറിയാം. എഴുതി തള്ളില്ല മനുഷ്യനെ പോലെ ദൈവം. ആമേൻ. എറിഞ്ഞു കളയില്ല നിന്നെ. മോശ പറഞ്ഞു, എനിക്ക് വിക്കൊണ്ട്, എന്നാ നീ പോ എന്നല്ല പറഞ്ഞത്. നിന്നെ മതി, അത്ഭുതം ചെയ്യാൻ നീ മതി. അല്ല, കുറവുണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ അവനെ തന്നെ? അത് സാരില്ല, നിന്നെ ദൈവം സ്നേഹിച്ചത് കുറവുകളോട് കൂടെയാണ്. മനുഷ്യര് കുറവ് കണ്ടാൽ അകലാൻ തുടങ്ങും. നീ അങ്ങനല്ലേ, നീ അത്രയും വലിയ മറ്റവനല്ലേ, മറിച്ചവനല്ലേ. ദേ ഭയങ്കര സ്നേഹമായിരുന്ന പലരും പലതും കണ്ട് അകലാൻ തുടങ്ങി. എന്നാൽ ദൈവം നിന്റെ കുറവുകൾ കണ്ട ഇഷ്ടപ്പെട്ടതും തിരഞ്ഞെടുത്തതും നിയോഗിച്ചതും ദൈവം തെരഞ്ഞെടുത്തവരായി എന്നെ കേൾക്കുന്നേ. ദൈവം തെരഞ്ഞെടുത്തവരായി കസേര കൂടെ ഇരിക്കുന്നേ, ഈ നിലത്തിരിക്കുന്നത്, അകത്തും പുറം. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. പള്ളിക്കകത്ത് കയറി വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ച, വലിയ അവകാശവാദങ്ങൾ പറഞ്ഞ് വലിയ സംഭവമാണെന്ന് പറഞ്ഞവൻ്റെ പ്രാർത്ഥനയെ ദൈവം മൈൻഡ് ചെയ്തില്ല. എന്നാൽ പള്ളിയുടെ മുറ്റത്തും അല്ല പറമ്പിൽ നിന്ന് ഒരുത്തൻ പറയുക, എനിക്കൊരു യോഗ്യതയില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയെ ദൈവം ഒന്നാമതായി അങ്ങ് ഏറ്റെടുത്തു. ഒന്നാമതായി ആ പ്രാർത്ഥനയെ കണ്ടത്. ചിലര് ഒരാളോട് ചോദിക്കുന്ന കണ്ട്, അയാൾക്ക് പള്ളി പോക്കും പ്രാർത്ഥനയൊന്നുമില്ല, എന്നിട്ടും അയാളുടെ മക്കൾ നല്ല നിലയിലെത്തിയല്ലോ. നിങ്ങൾ പള്ളി പോകുന്നതോ ആരാധിക്കുന്നതോ ഒന്നും ആ വ്യക്തി കണ്ടില്ലെങ്കിലും ഏതൊക്കെയോ ഒറ്റപ്പെട്ട മുറിയിലിരുന്ന ആ മനുഷ്യൻ അകത്തെ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഞാൻ പാപിയാണ്. അതിന് കിട്ടിയ കൂലിയാണ് ആ അനുഗ്രഹം, അതിന് കിട്ടിയ നന്മയാണ് ആ അനുഗ്രഹം. ഞാനിത് പാടിയപ്പോൾ ഓർക്കുകയാണ് എൻ്റെ ജീവിതം. ഒരു പന്ന വീട്ടിലാ, സാധാരണ ഒരു കുറവുള്ള വീട്ടിലാണ് ജനിച്ചത്, കുറവുള്ള വീട്ടിലാണ് വളർന്നത്, കുറവുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ജീവിച്ചത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ കയറി വരാൻ പറ്റുമെന്ന്, ഇങ്ങനെ ആകാൻ പറ്റുമെന്ന്, 10 പേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിന്നും അറിയാം ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ യോഗ്യനല്ലെന്ന്, ഈ ശുശ്രൂഷയ്ക്ക് പറ്റിയ ആളല്ലെന്ന് എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട്. അവിടെയാണ് ഈ പാട്ടിനകത്ത് എങ്കിലും എന്നൊരു വാക്കുണ്ട്. കുറവുണ്ട്,
ജനിച്ച വീട്, ജനിച്ച സാഹചര്യം, ജീവിച്ച കാര്യങ്ങൾ, യോഗ്യത ഉള്ളതിനേക്കാൾ യോഗ്യത കുറവുകളാണ്. ഈ പാടിയത് സത്യമാണ്. യോഗ്യനാക്കും, അർഹനാക്കും. കാര്യങ്ങൾ രാത്രി മാറി വെളിച്ചം വരുന്നത് പോലെ ഞാൻ യോഗ്യനല്ല. എന്തിന്? സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. അടുത്ത വാക്കാണ് എങ്കിലും. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ എന്നിട്ട് പറയുവാണ്, ഇത്ര നല്ല ദൈവം, ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തുന്നു. പറഞ്ഞ ഇത്ര നല്ല, ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഈ പാടിയതുപോലൊക്കെ പാടാൻ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അനുഗ്രഹം കൊണ്ടും നിങ്ങൾക്കും സാധിക്കട്ടെ. ഇപ്പൊ പാട്ടായിട്ടാ പാടിയത്, ഇപ്പൊ പാട്ടുകാരൻ പാടിക്കൊണ്ടാ പാടിയത്, ഇപ്പൊ ബുദ്ധിന്നാ പാടിയത്. നാളെ അനുഭവത്തിൽ നിന്നോണ്ട് പാടാൻ പറ്റും. ഇത്ര നല്ല ദൈവത്തെ ഞാൻ എങ്ങനെ പാടാം? ഇത്ര നല്ല ദൈവത്തെ എങ്ങനെയെന്ന് അനുഭവത്തിൽ പാടാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരും, അനുഗ്രഹം തരും, സമയം തരും, സാഹചര്യം തരും. ഇത്ര നല്ല ദൈവത്തെ ഞാൻ എങ്ങനെ നന്ദി പറയാതിരിക്കും? ആമേൻ. ഇരിക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഒരു വചനം വായിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 1 വായിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ഏത് വിധത്തിലൊക്കെ ഏറ്റെടുക്കുമെന്ന് നമുക്കൊന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കണം, ഒരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ് എഴുതിയിരിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പ്രവാചക ഗണത്തിൽ ഒരുവന്റെ ഭാര്യ എലീഷായോട് പറഞ്ഞു. ഒരു ഭാര്യ പ്രാർത്ഥിച്ച നിയോഗമാണിത്. ഒരു വളരെ സങ്കടമുള്ള ഒരു സ്ത്രീ, ഒരാളുടെ ഭാര്യ, ഭർത്താവ് മരിച്ചുപോയ ആളാണ്. ആളൊരു പാവപ്പെട്ട വ്യക്തിയാണ്. ഒത്തിരി സങ്കടമുണ്ട്. സങ്കടം ഇതാ, കടബാധ്യതയാണ്, ഒത്തിരി കടവാണ്. അങ്ങനെ ആ വ്യക്തി പ്രാർത്ഥനാ നിയോഗവുമായി ഏലീശയുടെ അടുത്ത് വരികയാണ്. ഒന്ന് വായിക്കാം ഒന്നും കൂടെ. പ്രവാചക ഗണത്തിൽ ഒരുവന്റെ ഭാര്യ. അപ്പോ ഈ വ്യക്തിയുടെ ഭർത്താവ് ശുശ്രൂഷകനാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്. പ്രവാചക ഗണത്തിൽ ഒരുവന്റെ ഭാര്യ എലീഷായോട് പറഞ്ഞു. ഏലീഷ ദൈവ ശുശ്രൂഷകനാണ്. എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ 2 കാര്യം പറഞ്ഞ് പരിചയപ്പെടുത്തുവാണ്. അങ്ങയുടെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. മരിച്ചുപോയി. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം ദൈവഭക്തനായിരുന്നു എന്ന് അങ്ങേക്ക് അറിയാലോ. അത് അടുത്ത വാക്യം. അവൻ കർത്താവിന്റെ ഭക്തനായിരുന്നു എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ ആളൊരു ഭക്തനായിരുന്നു, ഒരു ശുശ്രൂഷകനായിരുന്നു, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ ഇന്ന് ആ വീട്ടിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. അതാണ് അടുത്ത വാക്യം. ആ വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് ഒത്തിരി പൈസ കടം മേടിച്ചിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. കടബാധിതയുമായി ഒരുപാട് പേര് ഇവിടെയുണ്ട്. കടം എങ്ങനെ മാറും, കടം മാറാൻ എന്നാ ചെയ്യണ്ടേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതേ കടബാധ്യതയുള്ള ഒരാൾ പ്രവാചകന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കടം മാറുന്നത്? പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ കടം മാറുന്നത്?
നിങ്ങൾ ഈ ആരാധനയാണെന്നും പറഞ്ഞ് പ്രാർത്ഥനയാണെന്നും പറഞ്ഞ് അതെങ്ങനെയാ കടം മാറുന്നത്? ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ കിണറ്റി കിടക്കുന്ന വെള്ളത്തിന് വരെ മാറ്റം ഉണ്ടാവും. പച്ചവെള്ളം വീഞ്ഞായത്, വെള്ളത്തിന് പോലും മാറ്റം ഉണ്ടായി. പച്ചവെള്ളം പോലും വീഞ്ഞായി മാറി. എന്നിട്ട് ആളുകൾ നമ്മളോട് പറയുന്നു, നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്നാ മാറ്റമാണ് ഉണ്ടാകുന്നേ? നീ കടവാന്നും പറഞ്ഞ് പള്ളിയിൽ പോയിട്ട് എന്നാ കാര്യമുണ്ട്. അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറയുക, ഭയങ്കര കടബാധ്യതയാ, കടം കൊടുക്കാനുണ്ട് ഒരുപാട് പേർക്ക്, ഞങ്ങൾ ആകെ എല്ലാവരും കൂടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക, വീട്ടിൽ തന്നെ പോകാൻ പേടിയാണ്. അതാ അടുത്ത വാക്യം. അവന് കടം കൊടുത്തവൻ ഇതാ എന്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ കടം കുറച്ച് പറയാണ്, നിങ്ങളുടെ പിള്ളേരെ വിട്ട് ഞങ്ങൾ പണിയെടുപ്പിച്ച് കാശ് മുതലാക്കിക്കോളാം. പിള്ളേരെ ഇപ്പം പണ്ടത്തെ പോലെ അടിമ വേലയ്ക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. കടം കൊടുക്കാനുള്ളവർ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. എന്നാ ചെയ്യണമെന്നറിയില്ല. അപ്പോൾ രണ്ടാമത്തെ വാക്യം, ഇത് കേട്ടിട്ട് ഏലീശ അവളോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പ്രാർത്ഥിക്കുന്നവൻ പറയുവാണ്, എന്നാ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ദൈവം നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രാർത്ഥിക്കാൻ നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ആലയത്തിൽ വന്നവരാണ് ഈ ആയിരക്കണക്കിന് ആളുകൾ. നിങ്ങളോട് ഞാൻ ചോദിക്കുക, എലീശയുടെ സ്ഥാനത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, എന്ത് അത്ഭുതമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ വിശ്വാസത്തിൽ അവിടെ ഇരുന്നോണ്ട് പറയണം. ദൈവം ഇന്ന കാര്യങ്ങൾ എന്താ വേണ്ടെന്ന് പറയാൻ പറഞ്ഞു. അടുത്ത വാക്യം എന്താ നോക്കൂ, നിന്റെ വീട്ടിൽ എന്തുണ്ട്? നിന്റെ വീട്ടിനകത്ത് എന്തുണ്ട് എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. ആകെ കുറെ പാത്രമുണ്ട്, ആ പാത്രം എല്ലാം കാലിയാണ്. ആ പാത്രത്തിനകത്ത് പോലും ഒന്നുമില്ല. പക്ഷെ അതിനകത്ത് ഒരു പാത്രത്തിനകത്ത് കുറച്ച് എണ്ണ ഇരിപ്പുണ്ട്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഇരിപ്പുണ്ട്, ഓയിൽ ഇരിപ്പുണ്ട്. അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ വാക്യം, ഇത് കേട്ടപ്പോൾ എലീശ ഒരു നിയോഗം കൊടുത്തു, ഒരു പ്രാർത്ഥന കൊടുത്തു. അതാണ് എഴുതിയിരിക്കുന്നത്, നോക്കൂ. അവൻ പറഞ്ഞു നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. നീ അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാ വീട്ടിൽ ചെന്നേച്ച് അവരുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പാത്രങ്ങൾ അതിങ്ങെടുത്തോണ്ടിരാൻ പറഞ്ഞു. വെറുതെ ഇരിക്കുന്ന പാത്രവും എണ്ണയും കടബാധ്യതയും തമ്മിൽ എന്താ ബന്ധം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയ്യോ, ഈ പ്രവാചകൻ എന്തോ പറയണാവോ? ഇദ്ദേഹം എന്തു മണ്ടത്തരവാ വിളിച്ചു പറയുന്നത്? ഞാൻ കടം കയറി കുടുങ്ങിയ ഒരു നിലയിലാണ്. പ്രവാചകൻ ചോദിക്കുക, അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പാത്രം എടുത്തുകൊണ്ട് വരണം, എണ്ണയുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇയാൾക്കിനി വല്ല വട്ട് പിടിച്ചോ? ഇയാൾക്കിനി ഭ്രാന്തായോ? പ്രാർത്ഥിച്ചവൻ നിന്നെ നോക്കി ചിലപ്പോൾ പറയുന്നത് നിനക്ക് ചിരി വരും. എന്തുവാ അയാൾ ഈ പറയുന്നത്? എൻ്റെ മക്കളെ രക്ഷപ്പെടുന്നോ, കല്യാണം നടക്കുന്നോ, കടബാധ്യത മാറുന്നോ, ഈ എന്തോ മണ്ടത്തരം അയാൾ പറയുക. പ്രാർത്ഥിച്ച് പറയുന്നവൻ പറയുന്ന വാക്ക് ചിലപ്പോ വലിയ മണ്ടത്തരങ്ങളുടെ മണ്ടത്തരമായിട്ട് തോന്നും. കടം കയറി എൻ്റെ മക്കളെ അടക്കം പിടിച്ചോണ്ട് പോവാന്ന് പറയുക വലിയ പ്രതിസന്ധിയാന്ന് പറയുമ്പോൾ പ്രവാചകൻ ചോദിക്കുക, അടുത്ത വീട്ടിൽ ചെന്ന് പാത്രം, അവരുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പാത്രം മേടിച്ചോണ്ട് വരണം. ഒരു നിയോഗമാണത്, നിയോഗമാണ്. അടുത്ത കാര്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും അത്. പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്തു കിടന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കണം, എന്നിട്ട് വാതിൽ അടയ്ക്കണം. അവര് ചോദിക്കില്ല, നിങ്ങൾ എന്തിനാ, വല്ല ആഘോഷം വല്ലതും ഉണ്ടോ ഈ പാത്രമൊക്കെ മേടിച്ചോണ്ട് പോകാൻ? പാത്രം തരുന്നവൻ വരെ ചിലപ്പോൾ പരിഹസിക്കും. എന്തിനാടോ നീ, ഒന്നാമതെ ദാരിദ്ര്യവാ, എന്നിട്ട് കുറേ വക്കാൻ അരി പോലും ഇല്ല, എന്നിട്ടും പാത്രം മേടിച്ചോണ്ട് പോവുക. ആരുടെയൊക്കെ വീട്ടിൽ നിന്ന് പാത്രം മേടിച്ചു അവരൊക്കെയും കളിയാക്കി കാണും. എവിടെയോ പ്രാർത്ഥിക്കാൻ പോയി വട്ട് പിടിച്ചു വന്നിരിക്കുക. ഇപ്പൊ എല്ലായിടത്തും പാത്രം തപ്പി നടക്കുക. ഇനി വല്ല ആക്രി ബിസിനസ് വല്ലതും തുടങ്ങിയാവോ? പഴയ പാത്രങ്ങൾ, വേണ്ടാത്ത പാത്രങ്ങളൊക്കെ ഇയാൾ സ്വീകരിക്കുക, എന്തോ പഴയ പാത്രങ്ങൾ പെറുക്കണം, എന്തോ പണി തുടങ്ങി. എന്തോ മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പലരും പറയും എന്തോ മണ്ടത്തരം ഇവർക്ക് കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് മണ്ടത്തരമായിട്ടല്ല, ഒരു നിയോഗമായിട്ടാണ്. കാണുന്നവന് കേൾക്കുന്നവന് ഇത് വലിയ മണ്ടത്തരമായിട്ടൊക്കെ ചിലപ്പോൾ തോന്നി നമ്മളെ അത് വച്ച് വിമർശിക്കും.
പക്ഷെ ആ വ്യക്തി എന്തു ചെയ്തു? വീട്ടിൽ ചെന്ന് വാതിലൊക്കെ അടച്ചു. എന്നിട്ടോ വായിക്കുക. എന്നിട്ട് അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്തു വിളിച്ച് വാതിലടച്ചു. എന്നിട്ട് അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. നോക്കൂ, ആ വീട്ടിൽ നടക്കുവാണ്. ഒരു നിയോഗത്തിലാകട്ടോ, കടവായിട്ട് വന്ന ആള് ഫ്രീ ആയിട്ടുള്ള പാത്രത്തിൽ, അവരുടെ അടുക്കളയിൽ ഇരുന്ന പാത്രത്തിലെ ആ ഒരു പാത്രത്തിലെ എണ്ണ ഇപ്പുറത്തെ പാത്രത്തിലേക്ക് ഒഴിക്കുക. അത് വാതിലൊക്കെ അടച്ച് ജനലൊക്കെ അടച്ച് നമ്മുടെ പ്രാർത്ഥനയാണത്. നിയോഗത്തിൽ ഓരോ കാര്യം ചെയ്യുക. കേൾക്കുന്നവൻ പറയും, ഇനി ഇതും കൂടെ പ്രാർത്ഥിക്കാത്ത കുറവേ ഉള്ളൂ. നമ്മൾ എന്തു കാര്യവും വെറുതെ ചെയ്യുന്നതും ഒരു നിയോഗത്തിൽ വിശ്വാസത്തിൽ ചെയ്യുന്നതിനും രണ്ട് റിസൾട്ടാണ്. നിയോഗത്തിൽ ചെയ്ത് നോക്ക്. നിങ്ങളോടാ ഇത് പറയുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഇത് എന്തുവാ ഈ പുള്ളി പറയണത്? എണ്ണ ഒഴിക്കാനോ? ഞാൻ ആ പുള്ളിയുടെ അടുത്ത് കടം മാറാൻ എന്താ ചെയ്യേണ്ടതെന്നാ. അപ്പോൾ പുള്ളി പറയും, എണ്ണ ഒഴുകി ഈ പാത്രത്തിൽ നിന്ന് ആ പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കാനാ പറഞ്ഞു. എന്തോ പൊട്ടത്തരം പറഞ്ഞു വിട്ടു. പുള്ളിക്ക് അതാണ് ഭ്രാന്തായെന്ന് തോന്നുന്നു. നമുക്ക് ചിലതൊക്കെ ഭ്രാന്തായിട്ട് തോന്നും. ഇയാൾക്ക് എന്തോ വട്ടാൻ തോന്നും. ദൈവത്തിൻ്റെ ഇവിടെ നിൽക്കുന്ന ചിലരൊക്കെ പ്രാർത്ഥിച്ചിട്ട് ചിലരോട് പറഞ്ഞില്ലേ, നീ പഠിച്ച് രക്ഷപ്പെടും. ഞാൻ ക്ലാസ്സിൽ 18ാമത്തെ സ്ഥാനമായി. എന്നിട്ട് ആ പുള്ളി തലേ കൈവച്ച് രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. വിശ്വസിക്കത്തില്ലെന്നേ പലരും. വിശ്വസിക്കില്ല. ചിലർ പകുതി ചിരിച്ചോണ്ട് പോകും, സാറായ പോലെ. ഇതൊന്നും നടക്കും, ഈ ജന്മത്തോ അല്ല അടുത്ത ജന്മത്തും നടക്കത്തില്ലെന്ന് പറയും. നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നോക്കൂ, ഞാനിങ്ങനെ ചിന്തിക്കുവാണ്. ആ സ്ത്രീയോട് ആ പ്രവാചകൻ പറഞ്ഞു, ഈ വീട്ടിലെ എണ്ണ ഇപ്പുറത്തെ പാത്രത്തിൽ ഒഴിക്കി ഒരു നിയോഗം കൊടുത്തു വിടുകയാണ് പ്രാർത്ഥിക്കാൻ. അവള് പറയുവാണ്, ചിന്തിക്കുവാണെന്നിരിക്കട്ടെ, പിന്നെ ഇനി എനിക്ക് അതിനും കൂടെ വയ്യ, ഈ വട്ടുപരിപാടിക്കൊന്നും ഞാനില്ല എന്നും പറഞ്ഞ് തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഒരത്ഭുതവും നടക്കത്തില്ലായിരുന്നു ആ വീട്ടിനകത്ത്. നിയോഗത്തോടെ ആ വീടിനകത്ത് ചിലതൊക്കെ ദൈവനാമത്തിൽ ചെയ്തപ്പോ അത് വലിയ റിസൾട്ട് കാണാൻ തുടങ്ങി. നോക്കൂ അടുത്ത വാക്ക്. അവൾ ദൈവപുരുഷന്റെ അല്ല, 4ാമത്തെ വാക്യം. പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്തു കിടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക. ഈ പാത്രത്തിൽ നിന്ന് ആ പാത്രത്തിൽ എണ്ണ ഒഴിക്കുക. നിറയുന്നത് മാറ്റിവെക്കുക. അയ്യോ, നിറയൂന്ന് എങ്ങനെയാ പറയുന്നത്? ആ പാത്രത്തിന് അത് കുറച്ച് എണ്ണയുള്ളൂ, ഇത് വലിയ പാത്രമാ. ഇതെങ്ങനെയാ പ്രവാചകൻ എങ്ങനെയാ അറിഞ്ഞത് അത് നിറയൂന്ന്? പ്രാർത്ഥിക്കുന്നവൻ അറിയാം, നിയോഗത്തിൽ ചെയ്താൽ അവിടെ അത്ഭുതം നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മനസ്സിലായില്ല? അവിടുത്തെ ആ കുപ്പിക്കകത്ത് അരക്കുപ്പി എണ്ണയുള്ളൂ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന പാത്രം വലിയ പാത്രമാ. പ്രവാചകൻ എങ്ങനെയാ അറിഞ്ഞത്? ആ പാത്രത്തിലെ എണ്ണ നിയോഗത്തോടെ വിശ്വാസത്തിൽ അത് ഈ പാത്രത്തിൽ ഒഴിച്ചാൽ നിറയുന്നതിന് മുമ്പ് എലീശയ്ക്ക് മനസ്സിലായി. നിയോഗത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും, നിറഞ്ഞു വരും. വാളുപോലെ അത് അകത്തു കയറും. ഉദാഹരണം, ഇന്നലെ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ഒരാളോട്, ആളുകളോട് പറഞ്ഞു. എന്നാ പറഞ്ഞറിയാമോ? ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീ പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഈ ഭൂമിയിലുള്ള തെറിയല്ല എന്നെ പറയുന്നത്, വേറെ ഏതോ ഒരു എന്തായാലും പറയുന്നത്, ഭൂമിക്ക് അപ്പുറത്ത് എന്താ ആ ഗ്രഹത്തിലുള്ള ഏതോ തെറിയാണ് എൻ്റെ ഭർത്താവ് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഉറങ്ങരുത്. വേറെ ഏതോ ഒരു ഭൂഗോളത്തിലുള്ള തെറി പുള്ളി കണ്ടുപിടിച്ചിട്ട് എന്നെ അത് വീട്ടിൽ വന്ന് പറയുകയാണ്. ഞാൻ ആകെ പ്രാർത്ഥിച്ചത് എൻ്റെ ഭർത്താവ് എന്നെ തെറി പറയുന്നൊന്ന് നിർത്തണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. വീടില്ലേലും കുഴപ്പമില്ല, പറമ്പില്ലേലും കുഴപ്പമില്ല. ഈ എവിടുന്ന് മനുഷ്യൻ ഇത്രയും വലിയ തെറി കണ്ടുപിടിച്ച്? അത്രയും തെറിയപ്പോൾ. പക്ഷെ അവർ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യനിൽ മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞതാ സാക്ഷ്യം. ആമേൻ. എപ്പോഴും വീട്ടിൽ ആ വ്യക്തിയോട് മനുഷ്യനിൽ മാറ്റം കൊണ്ടുവരുന്നത് നിയോഗമാണ്. പ്രാർത്ഥനയിൽ അത് ചെയ്യുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, ഒരു സ്ത്രീയോട് പറഞ്ഞു, എണ്ണ കൊണ്ടുപോയി പകരുക. നിറയുന്നത് നിറയും. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, നിറയാൻ തുടങ്ങും. നിറയുന്നത്, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയട്ടെ, നിന്റെ കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു വരും, നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം നിറഞ്ഞു വരും, ചില അത്ഭുതങ്ങൾ നിറഞ്ഞു വരും, ചില അടയാളങ്ങൾ കയറി വരും. കാരണം ഞാൻ ചെയ്തതൊരു മണ്ടത്തരമായിട്ടല്ല, ഒരു നിയോഗത്തിലാണ് ഞാൻ അത് ചെയ്തത്. ഞാൻ വയനാട് കാണാൻ വേണ്ടി കയറി വന്നതല്ല,
ഒരു നിയോഗത്തിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ചുരവും കയറി തളർന്ന് മടുത്ത് ക്ഷീണിച്ച് ബസ്സിനും കയറി ട്രെയിനും കയറി മഴയെ നനഞ്ഞ ഉടുപ്പുമായി കയറി വന്നത് പറ്റുമായിട്ടല്ല. ക്ഷീണമുണ്ട് ശരീരത്തിൽ, ഇന്നും ശരിക്കും ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്നത് ഒരു നിയോഗത്തിലാണ്. അവിടെയാണ് നിറയാൻ തുടങ്ങുന്നത്. ബൈബിൾ പറയുന്നു, നിയോഗത്തിൽ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിറയാൻ തുടങ്ങും, സാഹചര്യങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങും. ഒരു കരം ഉയർത്തി ഉറക്കെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത കാര്യം ഒന്ന് വായിച്ചേ. അടുത്ത കാര്യങ്ങൾ 5-ാമത്തെ വാക്യം. അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ, അപ്പൊ പാത്രം നിറഞ്ഞു. നിയോഗത്തിൽ ചെയ്തപ്പോൾ ഒന്നുമില്ലാതിരുന്ന പാത്രങ്ങളിൽ നിറയാൻ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അതായത് അപ്പുറത്തെ എല്ലാ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പാത്രം വീട്ടിലുണ്ട്. വീടിപ്പം നിറയെ പാത്രമാണ്. ഇപ്പൊ വീടിനകത്ത് മുഴുവൻ ആകെ ആ ഒരു കന്നാസിനകത്ത് പകുതി ഉണ്ടായിരുന്നുള്ള എണ്ണ. നിയോഗത്തിൽ അത് ചെയ്തപ്പോൾ അത് വർദ്ധിച്ചു. ഇതൊരു പാഠമാണ് കേട്ടോ, ഇതൊരു സൂചനയാണ്. എണ്ണ വർദ്ധിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, കുടുംബത്തിൽ ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കയറി നിറയാൻ തുടങ്ങും, നിറഞ്ഞു വരും. ദൈവം അനുഗ്രഹിച്ചത് കയറി വരും, നിറയാൻ തുടങ്ങി. എവിടെ നിറഞ്ഞു? ഇനി പാത്രമില്ല, വേറെ ഈ എണ്ണ വരുന്നത് ഒഴിക്കാൻ വേറെ പാത്രമില്ല, അത്രയും നിറഞ്ഞു. അപ്പോഴാ എണ്ണയുടെ ഒഴുക്ക് നിലച്ചത്. 7-ാമത്തെ വാക്യം നോക്കൂ. അവൾ ദൈവപുരുഷന്റെ അടുത്ത് ചെന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ആള് പോയി. പ്രവാചക, അങ്ങ് പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ ചെന്ന് ചെയ്തു, നിയോഗത്തിൽ ചെയ്തു, അത്ഭുതം കണ്ടു എന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി പോയി. ദൈവപുരുഷന്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. അവൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക. കടം വീട്ടാനുള്ള മാർഗം അവിടെ ഉണ്ടായി. അയ്യോ, എനിക്ക് 5 സെന്റ് ഭൂമി ഇല്ലല്ലോ വിൽക്കാൻ. ദൈവം ചില കാര്യങ്ങൾ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടില്ലായിരിക്കാം. ദൈവം കണ്ടത് നീ കാണാൻ തുടങ്ങും. ദൈവം കണ്ടത് ഞാൻ കാണാൻ തുടങ്ങുമ്പോഴാ അത്ഭുതങ്ങൾ നടക്കുന്നത്. എന്നിട്ടോ കടം വീട്ടുന്നതിനേക്കാൾ ഉപരി അടുത്തത്, ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും മുന്നോട്ട് ജീവിക്കാനുള്ളതും കൂടെ അവിടെ നിന്നുണ്ടായി. ഈ വഴി തുറന്നത് ആരാ? എപ്പോഴാ? നിയോഗത്തിൽ ചെയ്തപ്പോൾ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഒരു നിയോഗത്തിലാണ്. നിയോഗത്തിൽ ചെയ്യുന്നിടത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. എന്താണെന്ന് പ്രസംഗിക്കാൻ എനിക്കറിയില്ല, അങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. നിയോഗത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിയോഗം പ്രാർത്ഥനയിൽ ഇപ്പോൾ കാണണം. ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാമോ? ഇത് സത്യമാണ് കേട്ടോ. ഇത് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ഒച്ച വെച്ചുകൊണ്ട് കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യം, പ്രാർത്ഥിക്കുന്നത് മനസ്സിൽ കാണണം. അയ്യോ, അതെങ്ങനെയാണ്? പറഞ്ഞു തരാം. എനിക്ക് അനുഭവമാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. ഞാൻ ഇന്നലെ അത് നിങ്ങളോട് സൂചിപ്പിച്ചു. ഒരു വ്യക്തി പറഞ്ഞു, എനിക്ക് വിദേശ രാജ്യത്ത് പോകാൻ പറ്റുന്നില്ല, എൻ്റെ എല്ലാം റിജക്ഷൻ ആവുകയാണ്, എനിക്ക് പോകാൻ ഒക്കൊന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്, വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ എനിക്ക് മടിയാ, പലരും ചോദിക്കുക പോകാറായില്ലേ, പോയില്ലേ. ഇപ്പം ആകെ ഒരു ഡിപ്രഷൻ പോലെ, ഒരു ടെൻഷൻ പോലെ. ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്, നിയോഗത്തിൽ പ്രാർത്ഥിക്കുക. 1. 2, നീ പോകുന്നത് നീ മനസ്സിലൊന്ന് കാണാൻ പറ്റും. 1 മിനിറ്റ്. നിന്റെ വീട്, ആ വീടിനകത്ത് കുറേ ആളുകൾ, കുറേ ബാഗുകൾ, 3-4 ബാഗ് നിനക്ക് കൊണ്ടുപോകാൻ വേണ്ടി അടച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു കാറ് വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവർ വാഹനത്തിൽ കയറുന്നു, ബാഗൊക്കെ ഡിക്കിക്കകത്ത് വയ്ക്കുന്നു. എയർപോർട്ടിലേക്ക് നീ പോകുന്നു, അവിടെ ചെല്ലുന്നു, പാസ്പോർട്ടോ ടിക്കറ്റ് കാണിച്ച് എയർപോർട്ടിനകത്തേക്ക് കയറുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു. നീ ആ രാജ്യത്തേക്ക് ഫ്ലൈറ്റ് കയറാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ രാജ്യത്തേക്ക് നീ പോകുന്നു. ഇത് വിശ്വാസത്തിൽ കണ്ട നിയോഗത്തെ പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിച്ചത് നിന്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ തുടങ്ങും. വീടില്ല, എനിക്ക് ഞാൻ വാടകയ്ക്ക. ഒരു വീട് കാണ്. ആ വീടിൻ്റെ കളർ, ആ വീടിൻ്റെ മുറികൾ, അതിൻ്റെ മുറ്റം, അതിൻ്റെ സെറ്റി, അതിൻ്റെ അകത്തെ റൂം, ബെഡ്റൂം, അടുക്കള, കിച്ചൻ്റെ ഏരിയ എല്ലാം മനസ്സിൽ കണ്ട ഒരു വീട് ഞാൻ കാണുന്നത് വിശ്വാസത്തിലാണ്. വിശ്വാസത്തിൽ അത് കണ്ട് പ്രാർത്ഥിച്ച് നോക്ക്.
ഒരാൾ പറഞ്ഞു എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ലെന്ന്. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ഇത്രേ പറഞ്ഞുള്ളൂ, നിയോഗത്തിൽ പ്രാർത്ഥിക്കുക. വിവാഹം നടക്കുന്നത് കാണ്. വീടിൻ്റെ മുറ്റത്തൊരു പന്തലിടുന്നതും വീട്ടുകാർ ധാരാളം ആളുകൾ വരുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും പ്രാർത്ഥിക്കാൻ വരുന്നതും പള്ളിയിൽ പോകുന്നതും. ഞാനിന്ന് മക്കളില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവരോടൊരു സന്ദേശം കൊടുത്തത് അങ്ങനെയാണ്. കുഞ്ഞിനെയുമായി പള്ളിക്കകത്ത് മാമോദീസ സ്വീകരിക്കാൻ വേണ്ടി ഒരു വെള്ളക്കുപ്പായമൊക്കെ ഇട്ട് നിൽക്കുന്നൊരു കുഞ്ഞിനെയാണല്ലോ കാണുന്നത്, അനുഗ്രഹം നടക്കുമെന്ന്. അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മൾ വിശ്വാസത്തിൽ കണ്ടതാ നിയോഗമായി വയ്ക്കേണ്ടത്. നിയോഗത്തിൽ വച്ചത് മനസ്സിൽ കണ്ട പ്രാർത്ഥിക്കേണ്ടത്. നിറയാൻ തുടങ്ങും, മാറാൻ തുടങ്ങും. ഒന്ന് പ്രാർത്ഥിച്ച് അടുത്ത കാര്യം, എല്ലാം വിറ്റ് കടവും വീട്ടി മിച്ചം വെക്കാനും ഉണ്ട്. അതുകൊണ്ട് ഉപജീവനം മുന്നോട്ട് ജീവിക്കാനും ദൈവം കൊടുത്തു. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ശുശ്രൂഷകർ, സൈഡിലിരിക്കുന്നവർ, ഇതൊന്നും എന്നോടൊന്നും അല്ല പറയുന്നത്, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഇത് എന്നോട് കൂടി എനിക്കും വേണ്ടി കൂടിയാ ഇത് പറയുന്നത്. ഇനി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കേൾക്കണം. ആ വീട് തകർച്ചയുടെ വക്കിലായിരുന്നു. അവിടെ അത്ഭുതം നടക്കാൻ കാരണം എന്താണെന്നറിയാമോ? നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരാൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നതാ കാരണം. എൻ്റെ വീട്ടിലെ എല്ലാവരും എന്നോടൊപ്പം പ്രാർത്ഥിച്ചു എന്നൊന്നും വരത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരുവൻ മതി ദൈവത്തിന്റെ അനുഗ്രഹം കയറി വരാൻ, ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ നടക്കാൻ. ഈ വ്യക്തി പറയുന്നുണ്ട്, ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ഭർത്താവ്, പക്ഷെ ആള് മരിച്ചുപോയി. ദൈവ ശുശ്രൂഷ ചെയ്ത വ്യക്തി മരിച്ചുപോയി, എന്നിട്ട് പോലും ആ വ്യക്തിയെ പ്രതി ആ വീട് അനുഗ്രഹിക്കപ്പെടുകയാ. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ വീട്ടിലുണ്ട്, പക്ഷെ ഇന്ന് ഇല്ല, മരിച്ചുപോയി എന്നിരിക്കട്ടെ. പക്ഷെ ആ വ്യക്തി മരിച്ചു പോയെങ്കിൽ പോലും പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പ്രതി ആ വീടിനെ ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ആ വ്യക്തി ഇങ്ങനെ ശപിച്ചുകൊണ്ടും പ്രാഗിക്കൊണ്ടും ഒക്കെ എൻ്റെ വീട്ടിൽ ഇനി എണ്ണ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇനി എന്തു ചെയ്യുമെന്നും പറഞ്ഞ് ഇരുന്നായിരുന്നെങ്കിൽ അത്ഭുതം നടക്കില്ല. പ്രാർത്ഥിക്കാൻ പോയി, നിയോഗത്തിൽ അത് വന്നു. ആ നിയോഗത്തിൽ പ്രാർത്ഥിച്ചു. പിന്നീട് ആ ഭവനത്തിനകത്ത് നടന്നത് ദൈവ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ ഇടപെടലാണ്. നിങ്ങളുടെ ഭവനത്തിനകത്തും അത്ഭുതം നടക്കും, നിങ്ങളുടെ ജീവിതത്തിനകത്തും അടയാളം നടക്കും. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ശുശ്രൂഷകൾ, ഈ വചന ശുശ്രൂഷകൾ ഏകദേശം അവസാനിക്കുകയാണ്. ഒരു വാക്ക് പറയട്ടെ. ധാരാളം ആളുകൾ ഇന്നലെയും ഇന്നും വന്നു. അതിലൊത്തിരി സന്തോഷമാണ്, അതിലൊത്തിരി അഭിമാനമുണ്ട്. നിങ്ങളിങ്ങനെ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്നൊരു ദുഃഖമുണ്ട്. വേണ്ട സൗകര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖമുണ്ട്. ഒരിക്കലും നിങ്ങളിവിടെ വന്ന് വിഷമിച്ച് പോകേണ്ടി വരില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഞാൻ ഒരുങ്ങി അതിനുവേണ്ടി മാത്രമേ ആളുകൾ കാണുകയുള്ളൂ. അല്ലാതെ എനിക്കൊരു മെസ്സേജും കിട്ടാറില്ല. എനിക്ക് വെറുതെ പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഞാൻ വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ ഒരു ശനിയാഴ്ച മുതൽ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കും. എൻ്റെ കാര്യങ്ങൾ പറയുകയല്ല, അച്ഛൻ എന്താ പ്രാർത്ഥിച്ചാൽ, ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്താ, എനിക്ക് ഒരുങ്ങി ചെയ്യുമ്പോഴേ ദൈവത്തിൻ്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ദുഃഖമാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ പോകത്തില്ല. ചിലരെ അതിനെ വിമർശിക്കാറുണ്ട്, ചിലരതിനെ കളിയാക്കാറുണ്ട്. പുള്ളി വലിയ ആളായോണ്ടാന്ന് പറയുന്നുണ്ട്. സത്യം ഇതാണ്. എനിക്കൊരു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ഒരു നിലയിൽ എന്നെ നിർത്തിയാലേ എനിക്കൊരു മെസ്സേജ് ആ വ്യക്തിക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ 10 പേരെ ഞാൻ കണ്ടുള്ളേരും അത് വൃത്തിയായിട്ടേ ഞാൻ കാണത്തുള്ളൂ. ഞാൻ വായി വരുന്നത് പ്രസംഗിക്കുകയില്ല. എനിക്കിതിനു വേണ്ടി ഒരുങ്ങണം. ഞാൻ പറഞ്ഞ എല്ലാ വാക്കും ഈ ഡയറിക്കകത്തുണ്ട്. ഇത് 7ാമത്തെ ഡയറിയാണ്. ഞാൻ എഴുതിയ എല്ലാ വാക്കും എൻ്റെ ഈ ഡയറിയിലുണ്ട്. ഒന്നും വെറുതെ വന്ന് മൈക്ക് കിട്ടിയോണ്ട് പ്രസംഗിച്ചതല്ല. പ്ലാൻ ചെയ്തും ഒരുങ്ങിയും പ്രാർത്ഥിച്ചും എന്താ ഈ ജനത്തോട് പറയേണ്ടതെന്ന് ദൈവം തന്ന വാക്കും ആശയവും ഒക്കെയാണ് പ്രസംഗിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ പറയും ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി അവിടെ അച്ഛൻ ഇത്രയും നേരം കാണുന്നുണ്ട്. എനിക്ക് 10:30 ആകുമ്പോഴേ ഏകദേശം ആളുകളെ കണ്ട് പ്രാർത്ഥിച്ച് നിർത്തിയാലേ അരമണിക്കൂറും കൂടെ ഏകദേശം ഒന്ന് ഒരുങ്ങിയാലേ ഒരു 11 മണിയാകുമ്പോൾ ഇങ്ങോട്ടൊന്ന് ഒരുങ്ങി കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം ബിസിനസ് പോലെയല്ല. ചെയ്യുന്നത് എത്ര കാലം ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ചെയ്യുന്ന അത്രയും ദിവസം അത്രയും കാലം ആത്മാർത്ഥതയോടെ ചെയ്യുള്ളൂ. ഒരാളെ കണ്ടെങ്കിൽ ആത്മാർത്ഥത കാണുകയുള്ളൂ. 10 പേരെ കാണാൻ പറ്റുള്ളൂ. 10 പേരെ ഞാൻ ആത്മാർത്ഥതയോടെ കാണുകയുള്ളൂ. ആൾ ഒരുപാട് വന്നാലും വന്നില്ലേലും കൂടിയാലും കുറഞ്ഞാലും അതൊരു ബിസിനസ്സല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് നിങ്ങളോട് പറയുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അതിൽ ഉഴപ്പ് കാണിക്കത്തില്ല. എല്ലാം ഈ ശുശ്രൂഷ കഴിഞ്ഞ്, പക്ഷെ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അല്ലാതെ എത്ര പേർക്ക് വേണ്ടി ഈ ശുശ്രൂഷ കഴിഞ്ഞ് സാധാരണ 5:30, 6:30, 7:30, 8:20 വരെ പ്രാർത്ഥിച്ച സമയമുണ്ട്. രാത്രി 8 ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 8:20 ആ കാലെല്ലാം കൂടെ മടുത്ത് 2 ദിവസം ഈച്ച കുത്തി വേദനയായിരുന്നു. കുളവി കുത്തി പോലെ വേദനയാണ്. അങ്ങനെ വരും, അങ്ങനെ നിൽക്കുവാണല്ലോ. എൻ്റെ കാര്യമല്ല, നിൽക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെ ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞത്, ഞാനൊരു ശുശ്രൂഷ ആലയത്തിൽ ചെയ്യുമ്പോൾ അത് 100% സത്യസന്ധതയോടെയാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് മായം ചേർക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പ്രസംഗിക്കത്തില്ല. ചുമ്മാ ആളുകളെ കണ്ട് വാക്ക് ഒരു മെസ്സേജ് വായി വരുന്നത് പറയത്തില്ല. മെസ്സേജ് കിട്ടിയാലേ ഞാൻ പറയുള്ളൂ. എനിക്ക് കിട്ടാത്തൊരു കാര്യം ഞാൻ ബുദ്ധിയിൽ നടക്കുമായിരിക്കും എന്ന് പറയില്ല, ഇല്ലെങ്കിൽ ഒന്നും വേണ്ടത്തില്ല. കിട്ടിയാൽ ഞാനത് പറയും. വില വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ചിലർ പോയി വീണ്ടും തപ്പി കണ്ടുപിടിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥിച്ച് കിട്ടിയെന്ന്. അതാണ് എൻ്റെ ഒരു രീതി. അത് നിങ്ങളോട് പറഞ്ഞത്. ഞങ്ങളെ കണ്ടില്ലല്ലോ, വിഷമിക്കരുത്, അങ്ങനെ വിഷമിക്കരുത്. പക്ഷേ ആലയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വന്ന നിയോഗം അതെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു സമയമാണ്. ഒരു കലത്തിലെ ഒരു ചോറുമണി മാത്രമല്ലല്ലോ വേകുന്നത്. ആ കലത്തിനകത്ത് ഇട്ടോ, അത് അടുപ്പയിലാണോ ഇരിക്കുന്നത്, അത് വെന്തിരിക്കും, അതിനുത്തരം കിട്ടിയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ ശുശ്രൂഷകൾക്ക് ശേഷം ആരെയൊക്കെ എല്ലാവരുടെ ശിരസിലും കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ നല്ല സന്തോഷമേ ഉള്ളൂ. പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൂരെ നിന്നൊക്കെ വന്നവരുണ്ട്, വിഷമമുണ്ട്, എല്ലാവരെയും കാണാൻ പറ്റാത്ത നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രൈവറ്റ് ബസ് പോലെ എല്ലാവരെയും കണ്ട് ഇങ്ങനെയൊക്കെ പോകാം. പക്ഷെ കുറച്ച് നേരെ ശുശ്രൂഷ കുറച്ച് കഴിയുമ്പോൾ അത് വാടിപ്പോവും, ഉണങ്ങിപ്പോവും. ചെയ്യുന്ന കാര്യം വൃത്തിയോടെയാണെങ്കിൽ അത് ആഴത്തിൽ കുഴി കുഴിച്ച് നല്ല ബലത്തിൽ പണിയുന്ന കെട്ടിടം പോലെയാണ്, അവിടെ നിന്നോളൂ അത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആവേശം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവും. നിങ്ങൾക്കും അത് അനുഗ്രഹമാകത്തില്ല. വരുന്ന ഓരോരുത്തർക്കും വേണ്ടി ചെയ്യുന്ന കാര്യം അതേപോലെ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് റിസൾട്ട്. പഠിക്കേണ്ട പോലെ പഠിച്ചാൽ ജയം ഉറപ്പെന്ന് പറയുന്ന പോലെയാണ്. അത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ, പ്രസംഗിച്ചാൽ, കൗൺസിലിംഗ് നടത്തേണ്ട പോലെ കൗൺസിലിംഗ് ചെയ്താൽ അപ്പുറത്ത് റിസൾട്ട് ഉറപ്പാണ്. ആ ചോറ്, ആ അരി വെന്തിരിക്കും. ഹല്ലേലൂയ. വിഷമം വിചാരിക്കരുത്, ഞാൻ കണ്ടില്ലല്ലോ കൗൺസിലിങ്. നമ്മളെല്ലാം ഓടി വരും, കൗൺസിലിംഗ് കിട്ടിയില്ലല്ലോ എന്നാണ്.
അല്ല, എൻ്റെ വിടുതലിനൊരു വചനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ അനുഗ്രഹത്തിനൊരു വചനം ഇന്ന് തരണമെന്ന്. കൗൺസിലിംഗ് കിട്ടിയില്ല, തലേക്ക് വെച്ച് പ്രാർത്ഥന കിട്ടിയില്ല, അതിനേക്കാൾ വലുതാണ് എൻ്റെ വിടുതലിനൊരു വചനം കിട്ടുന്നത്. ഞാൻ ആരോടും വരണ്ടെന്നോ വരാതെ അങ്ങനെയല്ല കേട്ടോ, തെറ്റായി എടുക്കരുത്. അവസ്ഥ കൃത്യമായിട്ട് പറഞ്ഞതാ. ഒരാൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാതിരിക്കില്ല. ഒരാളെ പോലും ഉഴപ്പ് കാണിച്ച് പ്രാർത്ഥനയിൽ മാറ്റി നിർത്തുക. ഒരു ശുശ്രൂഷകരും നിങ്ങളോട് ദേഷ്യപ്പെടുകയില്ല. ബാഡ്ജിട്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരോടും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ദൈവം വിളിച്ചിട്ട് വരുന്ന ഒരു ആളെയും ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്കു പറയുകയോ ദേഷ്യത്തോടെ പെരുമാറുകയോ ചെയ്യരുതെന്ന്. ഇനി ആരെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ ശുശ്രൂഷകരല്ല. ഈ ശുശ്രൂഷ യാതൊരു ബന്ധവുമില്ലാത്തവരായിരിക്കും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ആരും നിങ്ങളോട് ചെരുപ്പിടുന്ന കാര്യത്തിലോ അത് നിങ്ങളുടെ വിലയുള്ള ചെരുപ്പുകൾ അത് നനയാതൊക്കെ നിങ്ങൾ തന്നെ വേണ്ട പോലെ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെ വരുന്നത് നിങ്ങളുടെ ഒരു വീടാണ്, ഇത് നിങ്ങളുടെ ഭവനമാണ്. ഇവിടെ നിങ്ങൾക്കൊരു അനുഗ്രഹം അതേ ഒരുക്കിയിട്ടുള്ളത്. അത് വഴക്കടിച്ച് കളയാൻ സമ്മതിക്കത്തില്ല, അത് രാഷ്ട്രീയം കളിച്ച് കളയാൻ സമ്മതിക്കത്തില്ല, അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കി കളയാൻ സമ്മതിക്കത്തില്ല, അതൊരുപാട് പണം പിരിച്ച് അതിൻ്റെ നന്മയെ കളയത്തില്ല. ഒരു നിമിഷം പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച്, നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാവരെയും കണ്ട് പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളുടെ എല്ലാ വ്യാഴാഴ്ചത്തെയും വൈകുന്നേരത്തെ പ്രാർത്ഥന ഇപ്പോൾ ഒരു വലിയ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ആളുകൾ വിളിച്ചു പറയാതെ അല്ലാതെ ഈ പ്രദേശത്തുള്ള എല്ലാ റൂമുകളും ഒക്കെ ബുക്കിംഗ് ആണ്. വാഹനം പാർക്ക് ചെയ്ത് അങ്ങ് 1 കിലോമീറ്റർ അപ്പുറത്ത് വരെ അപ്പുറത്തെ റോഡിലുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അത്രയും ദൂരത്തിലാണ് വാഹനം കിടക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ നന്നായി സഹകരിക്കുന്നു. ഇവിടെയുള്ള സമീപവാസികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹമായ മാറിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ വേണ്ടതെല്ലാം ദൈവം ഒരുക്കി തരും. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആദ്യം പാടിയ പാട്ടിൻ്റെ നീ തകർന്നിടുവാൻ, ആ പാട്ടിൻ്റെ വരികൾ പാടി നമ്മുടെ സാക്ഷ്യത്തിലേക്ക് നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. അത് കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും നിയോഗ പ്രാർത്ഥനയ്ക്കൊന്ന് ഒരുങ്ങിക്കേ. ഒരുപാട് പേർ പാസ്പോർട്ടുമായി വന്നിട്ടുണ്ട്, അത് കൈകളിലെടുക്കുക. ചില ആളുകളുടെ കയ്യിൽ നിയോഗമുണ്ട്. ചിലരിന്ന് നിയോഗത്തെ മേടിച്ചൊരു തിരി കയ്യിലിരിപ്പുണ്ട്, എടുത്ത് കയ്യിൽ പിടിക്കുക. എന്നിട്ടില്ലേ, ഇതൊന്നുമില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അത് മതി. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ഈ ആലയത്തിൻ്റെ താഴെ നിയോഗ പ്രാർത്ഥന കൗണ്ടറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും 6 മണി മുതൽ 10 മണി വരെ ഒരു ശുശ്രൂഷകൻ അവിടെ ഇരിക്കും. അടുത്തൊരു മദ്യപാനിയാണ്. ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ? ആ മനുഷ്യൻ മദ്യപാനം നിർത്തി അനുഗ്രഹമുള്ളൊരു ജീവിതം നയിക്കുന്നത് വിശ്വാസത്തിലൂടെ കാണണം. എൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവരുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറയുമ്പോൾ 10 തിരിച്ചു പറയുന്നു. എന്താ ചെയ്യേണ്ടത്? അവരെ മനസ്സിൽ കണ്ട് അനുഗ്രഹമുള്ള ഒരാളായി അവർ മാറി വരുന്നത് വിശ്വാസത്തിൽ കാണണം. വിശ്വാസത്തിൽ അത് ഒരു TV സ്ക്രീനിൽ എന്ന പോലെ കണ്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ മകൻ്റെ വിവാഹം നടന്നില്ല, ആ വിവാഹം നടക്കുന്നത്, അവിടെ ആളുകൾ വരുന്നത്, ആ പങ്കെടുക്കുന്നത്, പള്ളി പോകുന്നത്, ഭക്ഷണം വിളമ്പുന്നത്, ആ വീടിനകത്തെ സന്തോഷങ്ങൾ വിശ്വാസത്തിലൊന്ന് കണ്ടേ. ചില ആളുകൾക്ക് ചില ദൈവം ഒത്തിരി ആഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വിശ്വാസത്തിൽ കണ്ടേ. എൻ്റെ കടബാധ്യത മാറുമോ? കടബാധ്യത മാറുന്നതും ഞാൻ സമാധാനത്തിൽ ആയിരിക്കുന്നതും വിശ്വാസത്തിലൊന്ന് കാണാൻ പറ്റുമോ?
ഒരാൾ ഇങ്ങനെ ചിന്തിക്കുവാണെന്ന് ഇരിക്കട്ടെ, ഇന്നയാൾക്ക് ഇത്രയും പൈസ കൊടുക്കാനുണ്ട്, അവർ എന്നെ ഫോണിൽ വിളിച്ചും അല്ലാതെ ഒക്കെ ചീത്ത പറയുന്നു, എൻ്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നു, ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ആ കടം കൊടുത്തു വീട്ടുന്നത് വിശ്വാസത്തിൽ കണ്ടേ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഒരു ചെക്ക് എഴുതി കൊണ്ടുപോയി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണവുമായി ചെന്ന്, അല്ലെങ്കിൽ ബാങ്കിൽ ചെന്ന് ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള പണം കയ്യിലോ ബാങ്കിലോ ട്രാൻസ്ഫർ ചെയ്യുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ കണ്ടേ, അവർ നന്നായി പഠിക്കുന്നത് വിശ്വാസത്തിൽ കണ്ടേ, അവർ ജോലി ചെയ്യുന്നത് വിശ്വാസത്തിൽ കണ്ടേ, അവർ വിജയിച്ചു വരുന്നത് വിശ്വാസത്തിൽ കണ്ടേ. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഒരു മകൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്, എല്ലാം റിജക്ഷനാണ്, എല്ലായിടത്തും റിജക്ഷനാണ്, ഞാൻ മടുത്തു, ഡിപ്രഷൻ പോലെ എനിക്ക് തോന്നുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. ആ മകനോട് പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥിക്ക്, നീ എയർപോർട്ടിൽ പോകുന്നതും എയർപോർട്ടിനകത്ത് ചെല്ലുന്നതും ചെക്ക് ഇൻ ചെയ്യുന്നതും അവിടെ ഒരു ഫ്ലൈറ്റ് കാത്തു നിൽക്കുന്നതും ആ രാജ്യത്തേക്ക് നീ ആ ഫ്ലൈറ്റിൽ പോകുന്നതും അവിടെ ചെല്ലുന്നതും അവിടെ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും നീ ഇന്നേ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് നിയോഗത്തിൽ പ്രാർത്ഥിക്ക്. നീ പ്രാർത്ഥിച്ചത് നിന്റെ ജീവിതത്തോട് അടുത്തു വരാൻ തുടങ്ങും. നീ പ്രാർത്ഥിച്ചത് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. അതുകൊണ്ടാ പറഞ്ഞത്, അബ്രഹാം വിശ്വസിച്ചു, ആ വിശ്വാസം അവൻ അതേപോലെ നീതിയായി മാറി. ഹന്ന പ്രാർത്ഥിച്ചു, ഹന്ന ഒരു കുഞ്ഞിനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചു, ആ കുഞ്ഞിനെ അവൾ കൈ കൊണ്ടെടുക്കാൻ ഇടവന്നു. എന്തിനാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഈ ആലയത്തിൽ ഒരു പ്രോഗ്രാം കാണാൻ, കണ്ടു കേട്ടു പോകാൻ ഒരു കുഞ്ഞു പോലും വന്നിട്ടില്ല. പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് നിയോഗത്തോടെയാ വന്നേ. കയ്യിലിരിക്കുന്ന ഒരു തിരിയാകും, കയ്യിലിരിക്കുന്ന പാസ്പോർട്ടാകും, മനസ്സിൽ കണ്ടതൊരു സ്വപ്നമാകും, ഒരു നിയോഗമാകും. അതിന്മേൽ ഇരുതല വാൾ മൂർച്ചയുള്ള വചനം ചെന്ന് വീഴാൻ പോവുകയാണ്. ആ വചനം നിങ്ങളിൽ, ആ നിയോഗത്തിൽ തൊടാൻ പോവുകയാണ്, ആ ജീവിതത്തിൽ തൊടാൻ പോവുകയാണ്, ആ രോഗിയുടെ മേൽ തൊടാൻ പോവുകയാണ്, ആ പൈശാചിക ആധിപത്യമുള്ള വ്യക്തിയിൽ തൊടാൻ പോവുകയാണ്. വിശ്വാസത്തിൽ അറിയാൻ പറ്റും, ദൈവവചനം ചെല്ലുമ്പോൾ ചില വ്യക്തികളിൽ നിൽക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ പൊട്ടി 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 പോകുന്നത്, ചില വ്യക്തികൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്, കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത്. രണ്ട് കരങ്ങളും ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നിയോഗ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച്, നിയോഗ പ്രാർത്ഥനയോട് ചേർത്ത് വെക്ക്. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. നസ്രായനായ എൻ്റെ യേശുവേ, അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. 5 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഇനി സാധ്യമെങ്കിൽ നിങ്ങളുടെ ഇടത്തും വലത്തും ഒക്കെ നിൽക്കുന്നവരുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കാമോ? ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാണ്. നമ്മൾ ഒരു കുടുംബമാണ്. അസൂയ ഞാൻ കളയുന്നു, കുശുമ്പ് ഞാൻ കളയുന്നു, മത്സരം ഞാൻ കളയുന്നു, വാശി വൈരാഗ്യം ഞാൻ കളയുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല തീരുമാനമെടുക്കുന്നു. നല്ല തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനത്തിൽ ദൈവാനുഗ്രഹമുണ്ട്. ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് എന്റെ കുടുംബത്തിന് സാധിച്ചു തരണം. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ആമേൻ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? നന്ദി പറയുന്നു. യേശുവേ, അങ്ങില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമാണ്. യേശുവേ, അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു.